പണ്ട് വന്ദേ മാതരം വിലക്കിയത് ബ്രിട്ടീഷുകാരാണ്. ഇപ്പോൾ അങ്ങനെയുള്ളൊരു വിലക്കായിട്ട് രംഗത്ത് വന്നിട്ടുള്ള ഇപ്പോൾ CPM ആണ്. നമുക്കെല്ലാവർക്കും അറിയാം CPMന്റെ നിലവിലുള്ള സ്ഥിതി എന്താണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രാജ്യത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകുന്നത് ആയത് ഈ തരത്തിലുള്ള നിലപാടുകൾ കൊണ്ടാണ് എന്ന് തിരിച്ചറിയുന്നത് അവർക്ക് തന്നെ നല്ലതാണ് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. മറ്റൊരു കാര്യം ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അത് സംബന്ധിച്ച് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന, ആ പ്രസ്താവന അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. മതനിരപേക്ഷതയ്ക്കെതിരാണ് വന്ദേ മാതരത്തിലെ വരികൾ എന്ന് പറയാൻ CPMന് മാത്രമേ കഴിയുള്ളൂ. ദേശീയ ഗീതത്തെ അപലപിക്കുന്നവർ അത് രാജ്യവിരുദ്ധതയാണ് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളെ എന്ത് പേരിട്ട് വിളിക്കണം എന്ന് ജനം തീരുമാനിക്കും. എനിക്ക് CPM നേതൃത്വത്തോട് ആവശ്യപ്പെടാനുള്ളത്, വന്ദേ മാതരത്തിലെ ഏത് വരികളാണ് മതനിരപേക്ഷതയ്ക്ക് വെല്ലുവിളി എന്ന് ആ വരികൾ കൂടി ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാകണം എന്നുള്ളതാണ്. പണ്ട് വന്ദേ മാതരം വിലക്കിയത് ബ്രിട്ടീഷുകാരാണ്. ഇപ്പോൾ അങ്ങനെയുള്ളൊരു വിലക്കായിട്ട് രംഗത്ത് വന്നിട്ടുള്ള ഇപ്പോൾ CPM ആണ്. നമുക്കെല്ലാവർക്കും അറിയാം CPMന്റെ നിലവിലുള്ള സ്ഥിതി എന്താണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രാജ്യത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകുന്നത് ആയത് ഈ തരത്തിലുള്ള നിലപാടുകൾ കൊണ്ടാണ് എന്ന് തിരിച്ചറിയുന്നത് അവർക്ക് തന്നെ നല്ലതാണ് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. പാർലമെന്ററി പാർട്ടി ആ നിലയിൽ കൂടിയിട്ടില്ല. അത് ആവശ്യപ്പെടേണ്ടത് കേന്ദ്ര ഗവൺമെന്റിനോട് സംസ്ഥാന സർക്കാരാണല്ലോ ആവശ്യപ്പെടേണ്ടത്. ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അടക്ക് വരും. എവിടെ, ഏത് വിഷയത്തിൽ? വിഷയം വരട്ടെ, അപ്പോൾ നമുക്ക് ആലോചിക്കാം. ഞങ്ങളുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ചെറിയ സൂചന നിങ്ങൾക്ക് ഇപ്പം തന്നെ കിട്ടിക്കാണും. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ BB ഗോപകുമാർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ഞങ്ങളുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ചെറിയൊരു സൂചന കിട്ടും. അതാണ് ഞങ്ങളുടെ നിലപാട് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ അതത് സമയത്ത് ഉചിതമായിട്ടുള്ള തീരുമാനം പാർട്ടി കൈക്കൊള്ളും. ഞാനിപ്പോൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെ തീരുമാനിക്കാം. ഞാൻ പറഞ്ഞത് വകുപ്പ് വിഭജനം പൂർത്തിയാക്കാൻ ഇത്രയും ദിവസമെടുത്തത് മുസ്ലിം ലീഗിന്റെ പിടിവാശി കൊണ്ടാണ് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തത്, ഞാനല്ല പറഞ്ഞത്. അല്ല, അതാണല്ലോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, നിങ്ങൾ പറയുന്ന ഞാനിപ്പോൾ ഒരു ദിവസമല്ലേ ആയിട്ടുള്ളൂ സഭയിൽ, സത്യപ്രതിജ്ഞയല്ലേ കഴിച്ചിട്ടുള്ളൂ. ഇനി ബാക്കി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. നിങ്ങളെയോ? നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ നിങ്ങളോട് ആവർത്തിക്കുക. അതായത് വകുപ്പ് വിഭജനം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത തരത്തിൽ 3 ദിവസം വൈകുക, അത് കഴിഞ്ഞ് ഇത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് മറ്റത് വേണം എന്നുള്ള പിടിവാശി ഉണ്ടാവുക, ചില പ്രത്യേക വകുപ്പുകൾ ഒരു പാർട്ടിക്ക് തന്നെ വേണം, മുസ്ലിം ലീഗിന് തന്നെ വേണം എന്നാവശ്യപ്പെടുക, ഇതൊക്കെ ആണ് വകുപ്പ് വിഭജനം വൈകാൻ കാരണം എന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഏതാണ്ട് കാര്യങ്ങളുടെ സ്ഥിതിഗതികൾ കാണുമ്പോൾ അത് ശരിയാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനും പറഞ്ഞത്.